മാർക്സിസ്റ്റ് പാർട്ടിയുടെ യോഗങ്ങളിൽ അവർ തീരുമാനമെടുക്കുകയാണ് എങ്ങനെയാണ് SNDP എന്ന് പറയുന്ന സമുദായ സംഘടനയ്ക്കകത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ നിർബന്ധപൂർവ്വം കടന്നെത്തേണ്ടത് എന്നതിനെ കുറിച്ച് ആ പാർട്ടി ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായത് എന്നുള്ളത് കൂടി സമൂഹം പരിശോധിക്കുന്നു. വലിയ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഏറ്റവും അടിത്തട്ടിലേക്ക്, പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങുകയും അവരെ കൂടുതൽ നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് അടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് ഈ ശില്പശാലയിൽ ഇരിക്കുന്നത്. എനിക്ക് സ്നേഹത്തോടുകൂടി നിങ്ങൾ തരേണ്ട ഒരു വാക്ക് എന്ന് പറയുന്നത്, ഞാൻ ഒരുപക്ഷെ ഇന്ന് ഈ ആലപ്പുഴയുടെ കമ്മിറ്റിയിൽ കഴിഞ്ഞ തവണ പ്രവർത്തിച്ചതുപോലെ 8ഓളം സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിട്ട് വീണ്ടും എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്ന് നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിലെ ഏറ്റവും വലിയ ആൾ വിളിച്ചു ചോദിക്കുകയും അതിനുത്തരം പറയാൻ ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്ത നിങ്ങളുടെ സഹോദരിയാണ്. കഴിഞ്ഞ തവണ എനിക്ക് സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും ചുമതല ഈ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ആ ചുമതല ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ പോയാൽ എനിക്ക് മനസ്സിൽ തോന്നിയത്, ഒരുപാട് സ്ഥലങ്ങളിൽ ആലപ്പുഴയിലെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കള്, നമ്മുടെ പാർട്ടിക്കാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ വരെ ആഴ്ചയിൽ 4 ദിവസം സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടോ, സ്ഥാനാർത്ഥി കേരളത്തിലുണ്ടോ, ഞങ്ങൾ ഭരിച്ചിരുന്ന പഞ്ചായത്താണ്, അതിപ്പോ BJP 1ാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്, ഞങ്ങൾക്കൊക്കെ ഭയപ്പാടുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ വരെ ആ ഫോൺ വിളിയുടെ അപ്പുറത്തുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു വലിയ ചുമതലയിൽ ഇരുന്നു കൊണ്ട് വീണ്ടും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനത്ത് യാത്ര ചെയ്യാനുള്ള ഒരു ഓഫർ അഖിലേന്ത്യാ തലത്തിൽ നിന്ന് കിട്ടിയിട്ട് ഞാൻ ഇതുവരെ ഇവിടെ ഇരിക്കുന്ന ഒരാളോടും, സംസ്ഥാന ഘടകത്തിലെ ഒരാളോടും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഞാൻ നിങ്ങളോടാണ് ആദ്യമായിട്ട് പറയുന്നത്. ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനെ 8 സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പൊ യാത്ര ചെയ്യണം എന്ന ആഗ്രഹമില്ല. എനിക്ക് എന്റെ ആലപ്പുഴയിൽ ആളുകളെ മുഴുവൻ കണ്ടു തീർന്നിട്ടില്ല. നമ്മൾ ബൂത്ത് തലത്തിൽ എത്തിയിട്ടില്ല. അഭിനന്ദൻ സമ്മേളനം നമ്മൾ നടത്തി. അഭിനന്ദൻ സമ്മേളനം നടത്തിയപ്പോഴും ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകന്മാരോടൊപ്പം മുഴുവൻ ആളുകൾക്കും മുഖം തെളിയുന്ന രീതിയിൽ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഫോട്ടോ പോലും എടുക്കാൻ സാധിച്ചോ? ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ദൃക്സാക്ഷികളാണ്. അപ്പൊ എന്താ അതിനർത്ഥം? അതിനർത്ഥം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ആരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ പാർട്ടിയെ ആലപ്പുഴയിലെ മുഴുവൻ മനുഷ്യരും, ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയപ്പോ അതിന്റെ റിസൾട്ട് നമുക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കാണാനും അത് നേടിയെടുക്കാനും നമുക്ക് സാധിച്ചത്. ഇന്ന് ഡൽഹിയിൽ അപ്പർ കുട്ടനാടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദരണീയനായിട്ടുള്ള കേന്ദ്ര മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻജിയുമായിട്ട് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം 3ാമത്തെ തവണയാണ് എനിക്ക് അദ്ദേഹവുമായിട്ട് ഫോണിൽ വിളിക്കാൻ അവസരം കിട്ടുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ നിന്ന് ഈ അപ്പർ കുട്ടനാടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകരെ, ആലപ്പുഴയിലെ കർഷകരെ അദ്ദേഹം പോലും ഹൃദയത്തിൽ വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന നമുക്ക് നൽകുകയും, ഇവിടെ ശ്രീ ഗോപൻ ചെന്നിത്തല അവറുകൾ എത്തിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു പേപ്പർ, അതായത് അപ്പർ കുട്ടനാടിന്റെ വിഷയങ്ങൾ എണ്ണി നിരത്തിക്കൊണ്ട് അദ്ദേഹം ഏൽപ്പിച്ചിട്ടുള്ള ഒരു പത്രം, ആ പത്രത്തിന്റെ കോപ്പി മലയാളത്തിലുള്ളത്, അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തി അത് നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ പരിശോധിക്കുകയും, ചെറിയ ആളല്ല അദ്ദേഹം, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് 4 തവണയിലധികം ഇരുന്ന് കഴിവും പ്രാപ്തിയും തെളിയിച്ച് അവിടുത്തെ മുഴുവൻ മനുഷ്യരും മാമാജി എന്ന് വിളിക്കുന്ന സ്വന്തം
അച്ഛനെ പോലെ അല്ലെങ്കിൽ അപ്പൂപ്പനെ പോലെ അമ്മാവനെ പോലെ അവിടുത്തെ ആളുകൾ കാണുന്ന ഒരു മനുഷ്യനാണ് ശ്രീമാൻ ശിവരാജ് സിംഗ് ചൗഹാൻജി. അദ്ദേഹവുമായിട്ട് മെമ്പർഷിപ്പ് പ്രവർത്തനത്തിൽ എനിക്ക് കഴിഞ്ഞ 6 മാസത്തിലധികം കഴിഞ്ഞ തവണ പ്രവർത്തിക്കാൻ സാധിച്ചതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, കേരളത്തിലെ കർഷകർക്ക് കൈത്താങ്ങാകാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല. കേരളത്തിലെ കർഷകർ മുണ്ട് മുറുക്കിയെടുത്തുകൊണ്ട് അവർ പാടശേഖരങ്ങളിൽ പണിയെടുക്കുകയും അവരുടെ ഉൽപ്പന്നം കൊടുക്കുകയും ആ ഉൽപ്പന്നത്തിന് വില നേരിട്ട് പോലും കൊടുക്കാൻ സാധിക്കാത്തവരുടെ ഒരു നാടായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കേരളത്തെ കൂടുതൽ ഞങ്ങളെ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം തീർച്ചയായിട്ടും പാലക്കാടിലും അതുപോലെ തന്നെ ആലപ്പുഴയിലും ഈ കർഷകരുടെ നെല്ലറയായിട്ടുള്ള പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും വരും എന്ന് പറഞ്ഞ ഒരു സന്തോഷം കൂടി ഞാൻ പങ്കുവയ്ക്കുകയും അപ്പർ കുട്ടനാടിന്റെ വിഷയത്തില് ശ്രീമാൻ ഗോപൻ ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലോട് കൂടിയിട്ട് നമുക്ക് ഈ വിഷയത്തെ ഇനിയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. കർഷകർക്ക് കൈത്താങ്ങായിക്കൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് നിലകൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എല്ലാ ആലപ്പുഴ ജില്ലയുടെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പാർട്ടിയുടെ സഹപ്രവർത്തകന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് എങ്ങനെ BJPയെ എതിർക്കണം എന്നതിനെ കുറിച്ച് ആലപ്പുഴ ചർച്ച ചെയ്യുന്നു. പല ജില്ലകളിലും ചർച്ച നടക്കുന്നു, എന്നാൽ ആലപ്പുഴയിൽ ചർച്ച നടക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ യോഗങ്ങളിൽ അവർ തീരുമാനമെടുക്കുകയാണ് എങ്ങനെയാണ് SNDP എന്ന് പറയുന്ന സമുദായ സംഘടനയ്ക്കകത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ നിർബന്ധപൂർവ്വം കടന്നെത്തേണ്ടത് എന്നതിനെ കുറിച്ച് ആ പാർട്ടി ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായത് എന്നുള്ളത് കൂടി സമൂഹം പരിശോധിക്കുന്നു.